السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام عليك يا سيدي يا رسول الله. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എല്ലാവരും ആദ്യമായി പരിശുദ്ധമായ മുഹറം മാസത്തിലേക്ക് നമുക്ക് ദീർഘായുസ് നൽകിയ അല്ലാഹുവിനെ ഹംദ് ചൊല്ലുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ദിവസങ്ങൾ ആശൂറയും താസുആഉമാണ് നമ്മിലേക്ക് സമാഗതമായിരിക്കുന്നത്. അല്ലാഹു തആല ഈ 2 ദിവസങ്ങൾ കൂടുതൽ ഇബാദത്തുകളും ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലി അല്ലാഹുവിലേക്ക് അടുക്കാനും പാപമോചനം നേടിയെടുക്കാനും പാവങ്ങളായ സാധുക്കളായ പാപികളായ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസിൽ വളരെ പ്രധാനപ്പെട്ട മഹത്തായ ദിക്റുകളാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്, സ്വലാത്തുകളാണ് ചൊല്ലാൻ പോകുന്നത്. അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലാഹ്. ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ എല്ലാവരുടെയും സർവ്വ മുറാദുകളും ഈ ദിവസത്തിൻ്റെ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. കടങ്ങളുള്ള ഒരുപാട് ആളുകളുണ്ട്, അല്ലാഹുവേ വീട്ടി കൊടുക്കണേ റഹ്മാനെ. രോഗികളുണ്ട്, ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ പ്രയാസങ്ങളും നീക്കി തരണേ അല്ലാ. മുറാദുകളൊക്കെ നീ ഹാസിലാക്കി തരണേ അല്ലാ. ഇൻഷാ അല്ലാ അവസാനം എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. ദുആക്ക് മുമ്പ് ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും വലിയൊരു അവസരം നൽകാൻ പോവുകയാണ്. ഈ ദിവസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല അമൽ, ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകൾക്കും പങ്കാളികളാകാൻ പറ്റുന്ന അമലാണ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. സ്വർഗ്ഗലോകത്തൊരു കൊട്ടാരം അല്ലാഹു നമുക്ക് ഈ ദിവസത്തിൻ്റെ പുണ്യം കൊണ്ട് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസ് ആരംഭിക്കുകയാണ്. എല്ലാവരും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരൊക്കെ നിയ്യത്താക്കിക്കൊണ്ട് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പച്ച ഖുബ്ബ മനസ്സിൽ കരുതിക്കൊണ്ട് മറ്റുള്ള മഹാന്മാരായ ഔലിയാക്കൾ ശുഹദാക്കൾ എല്ലാവരെയും മനസ്സിൽ കരുതിക്കൊണ്ട് ഒരു ഫാത്തിഹ ഓതുക. ഇലാ ഹളറതിഹിം അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ആദ്യമായി എല്ലാവരും ഒരു ആയത്തുൽ കുർസി ഓതുക. പൈശാചികമായ മുഴുവൻ ഉപദ്രവങ്ങളിൽ നിന്നും നമുക്കും നമ്മുടെ കുടുംബത്തിനും കാവൽ ലഭിക്കാൻ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഇൻഷാ അല്ലാഹ് ദിക്റുകളിലേക്ക് കടക്കുകയാണ്. ആദ്യമായി നമ്മൾ ചൊല്ലാൻ പോകുന്നത് ഇസ്തിഗ്ഫാറാണ്. അല്ലാഹുവിനോട് ചെയ്തു പോയ തെറ്റുകളിൽ മാപ്പ് ചോദിക്കുകയാണ്. ഒരു വർഷം നമ്മിൽ നിന്ന് പിന്നിട്ടു, പുതിയൊരു വർഷത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലുന്ന ഇസ്തിഗ്ഫാറിൻ്റെ ബറക്കത്ത് കൊണ്ട് ചെയ്തു പോയ മുഴുവൻ ചെറുതും വലുതുമായ തെറ്റുകൾ നീ മാപ്പാക്കണേ അല്ലാഹ്. നീ പുറത്തു തരണേ റഹ്മാനേ. ഇസ്തഗ്ഫിറൂ റബ്ബക്കും إنه كان غفارا. أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم
أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലാഹ്. ഇസ്തിഗ്ഫാറിന്റെ ബറകത്ത് കൊണ്ട് ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളൊക്കെ നീ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളുടെ മനസ്സിലുള്ള മുറാദുകളൊക്കെ നീ ഹസുലാക്കി തരണേ റഹ്മാനേ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലുന്നത് അതിശക്തമായ ദിക്റാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടപ്പോൾ അവിടുന്ന് ചൊല്ലിയ മഹത്തായ ദിക്റാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മുമ്പുള്ള അമ്പിയാക്കളെല്ലാം പതിവാക്കിയ മഹത്തായ ദിക്റാണ്. പ്രിയമുള്ളവരെ, എല്ലാവിധ പരീക്ഷണ ഘട്ടങ്ങളിലും ചൊല്ലാൻ പറ്റിയ ദിക്റാണ്. എല്ലാവരും ഒരു 33 തവണ ചൊല്ലുക. അല്ലാഹുവേ, ഈ മഹത്തായ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഈ വർഷം മുഴുവൻ എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ അല്ലാഹ്. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ 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 ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അല്ലാഹുവേ, ഈ മഹത്തായ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മുഴുവൻ വിഷയങ്ങളിലും നിന്റെ കാവൽ നൽകണേ അല്ലാഹ്.
അല്ലാ, നിന്നെയാണ് എല്ലാം ഞങ്ങൾ ഏൽപ്പിക്കുന്നത്. നിന്നെക്കാൾ ഏൽപ്പിക്കാൻ പറ്റിയ വേറൊരുത്തൻ വേറെയില്ല. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗല വ നിഅമൻ നസീർ. നീയാണ് ഏറ്റവും നല്ല സഹായി, ഏറ്റവും നല്ല വക്കീൽ നീയാണ്. ഞങ്ങളുടെ മുഴുവൻ വിഷയങ്ങളും നീ ഏറ്റെടുക്കണേ റഹ്മാന്, നീ ഏറ്റെടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാ, ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് മഹത്തായ തസ്ബീഹും തഹ്മീദും തക്ബീറും തഹ്ലീലും ഉൾക്കൊള്ളുന്ന മഹത്തായ ദിക്റാണ്. ഈ പരിശുദ്ധമായ ദിവസത്തിൽ അധികരിപ്പിക്കേണ്ട ദിക്റാണ്. മുഅ്മിനീങ്ങളെ, സുബ്ഹാനല്ലാഹി തംലഉൽ മീസാൻ, അൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ, അല്ലാഹു അക്ബർ തംലഉൽ മീസാൻ. അന്ത്യനാളിൽ നമ്മുടെ തുലാസിന് ഭാരം തൂക്കുന്ന, അതേ തുലാസിന് നിറച്ച് കളയുന്ന 3 ദിക്റുകളാണ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. അതുപോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ, അഫ്ളൽ ദിക്ർ എന്ന് പരിചയപ്പെടുത്തിയ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് 3ഉം ഉൾക്കൊള്ളുന്ന മഹത്തായ ദിക്റാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. എല്ലാവരും ഒരു 33 തവണ ചൊല്ലുക. അല്ലാഹുവേ, നീ ഖബൂലാക്കണേ അല്ലാഹ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. 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 അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാ. ഈ മഹത്തായ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ആഖിറത്തിൽ ചെല്ലുമ്പോൾ ഞങ്ങളുടെ തുലാസിന് കനം തൂക്കണേ റഹ്മാനെ. കൂടുതൽ അമലുകളൊന്നും ഞങ്ങളുടെ അടുത്തില്ല റഹ്മാനെ. ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ നീ വിജയികളിൽ ഉൾപ്പെടുത്തണേ അല്ലാ.
ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങളെ, ഇനി ഒരൽപ്പം സ്വലാത്ത് ചൊല്ലി തസ്ബീഹ് കൂടി ചൊല്ലി നമുക്ക് അവസാനിപ്പിക്കാം, ദുആ ചെയ്യാം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് അത് ദുആക്ക് ഇജാബത്ത് കൂടാൻ കാരണമാണ് എന്ന് മഹാന്മാരെല്ലാം ഹദീസുകൾ വെച്ച് നമുക്ക് വിശദീകരിച്ച് തന്നതാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, കുറഞ്ഞ സമയം ഒരു 33 സ്വലാത്ത് കൂടി ചൊല്ലി അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട തസ്ബീഹ്, അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, കലിമതാനി ഹബീബതാനി ഇലർ റഹ്മാൻ, അല്ലാഹുവിന് ഇഷ്ടമുള്ള 2 തസ്ബീഹ്. ഇൻഷാ അല്ലാഹ് അതുകൂടി ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. ദുആയിന് മുമ്പ് ചെറിയൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഈ മജ്ലിസിന് ഇജാബത്ത് നൽകണേ റഹ്മാനേ. എല്ലാവരും സ്വലാത്ത് 33 തവണ ചൊല്ലുക. നബി തങ്ങളുടെയും കുടുംബത്തിൻ്റെയും പേരിലുള്ള സ്വലാത്താണ്. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. إن شاء الله ഒരൽപ്പം തസ്ബീഹ് കൂടി ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു തആല കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله. سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله. سبحان الله وبحمده سبحان الله العظيم
وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله. അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ, ഖബൂലാക്കുമാറാകട്ടെ. ഇതിൻ്റെ എല്ലാ മിസ്ലായ സവാബിനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു തആല അവരെയും നമ്മയൊക്കെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്, ഞാൻ മജ്ലിസിൻ്റെ ആരംഭത്തിൽ പറഞ്ഞിരുന്ന ഒരു വിഷയം നിങ്ങളോട് പറയാനുണ്ട് എന്ന്. ഇന്നത്തെ ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല അമലാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിൽ പാവപ്പെട്ട ആളുകൾക്കും ധനികരായ ആളുകൾക്കും എല്ലാവർക്കും ഒരുപോലെ പങ്കെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇന്നത്തെ ദിവസം മുഹറം 9ലേക്കും 10ലേക്കും വേണ്ടി ഞാൻ മാറ്റിവെച്ചൊരു സുഹൃതമാണ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ റമദാനിൽ അൽഹംദുലില്ലാ നമ്മുടെ പള്ളിയുടെ കടവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറഞ്ഞപ്പോൾ ഒരുപാട് മുഅ്മിനീങ്ങൾ വ്യത്യസ്തങ്ങളായ മുറാദുകൾ പറഞ്ഞ് അതിലേക്ക് സംഭാവനകൾ 10 രൂപയായും 20ഉം 50ഉം 100ഉം 500ഉം 1000ഉം അതിനേക്കാൾ കൂടുതൽ കഴിയുന്നവർ അങ്ങനെയൊക്കെ അയച്ച് സഹായിച്ചവരുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. ഈ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്ന ഓരോ നിസ്കാരത്തിൻ്റെയും ഓരോ ദിക്ർ മജ്ലിസുകളുടെയും ഓരോ ഇൽമിൻ്റെ സദസ്സിൻ്റെയും എല്ലാത്തിൻ്റെയും സവാബ് നിങ്ങൾക്കും ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ ജാരിയായ സദഖയായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഞാനിപ്പോൾ പറയുന്നത് അൽഹംദുലില്ലാ ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയിൽ സോളാർ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ മുഹറം 9, 10 ദിവസമാണ് നമ്മൾ അതിന് കളക്ഷന് വേണ്ടി തിരഞ്ഞെടുത്തത്. കാരണം ഇത്രയ്ക്ക് നല്ലൊരു ദിവസം വർഷത്തിൽ ഒരുപാട് വർഷങ്ങളായിട്ടുണ്ടാകും ഇങ്ങനെ ഒരു ദിവസം. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ മുഹറം 9, 10 വരുന്ന അപൂർവമായ നല്ല ഒരു ദിവസം, നല്ല 2 ദിവസങ്ങൾ സ്വതക്ക ചെയ്യാൻ പറ്റിയ ദിവസമാണ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ അവസരം ആരും നഷ്ടപ്പെടുത്തരുത്. അല്ലാഹുവിൻ്റെ മാസം ഷഹറുല്ലാ എന്നാണ് ഈ മുഹറമിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്. ഈ മാസത്തിൽ അല്ലാഹുവിൻ്റെ ഭവനമാകുന്ന പള്ളിക്ക് വേണ്ടിയുള്ള സദക്ക അല്ലാഹുവെ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. അപ്പോൾ പാവപ്പെട്ട ആളുകളുണ്ട് എങ്കിലും ആരും വിഷമിക്കേണ്ടതില്ല, എല്ലാവർക്കും പങ്കുചേരാം. നമുക്ക് സ്വന്തമായി പള്ളിക്കൊരു സോളാർ വെക്കാന്ന് പറഞ്ഞാൽ നമുക്ക് കഴിയൂല, അതിനുള്ള സാമ്പത്തികം നമ്മുടെ അടുത്തില്ല. പക്ഷേ വെക്കുന്ന സോളാറിൽ ഒരു കണ്ണിയാകാൻ നമുക്ക് കഴിയും, അതിൻ്റെ ഒരു വിഹിതം നമുക്ക് ഏറ്റെടുക്കാൻ കഴിയും. അതിലൂടെ നമുക്ക് ജാരിയായ സ്വതക്കയായി വർഷങ്ങളോളം ഖബറിൽ ആസ്വദിക്കാൻ കഴിയും. അല്ലാഹുവെ നീ സ്വീകരിക്കണേ അല്ലാ. ഈ പരിശുദ്ധമാക്കപ്പെട്ട ദിവസങ്ങൾ ഞങ്ങൾ ചെയ്യുന്ന ഈ സ്വതക്ക
സ്വതക്ക, അതെത്ര ചെറുതാണെങ്കിലും പാവപ്പെട്ട ആളുകൾ 10 രൂപ അല്ലെങ്കിൽ ഒന്നും കഴിയാത്തവർ ഇതൊന്നും മറ്റുള്ളവരിലേക്ക് എത്തിച്ചെങ്കിലും 10 20 ഒക്കെ അയച്ചാൽ അള്ളാഹുവെ നീ സ്വീകരിക്കണേ റഹ്മാനെ. വലിയ സംഖ്യകൾ കഴിയുന്നവർ അങ്ങനെയും ഏറ്റെടുക്കുക. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അതിൽ നിന്ന് നമ്മൾ പള്ളിക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ ഭവനത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ ഈ വർഷം മുഴുവൻ അള്ളാഹു നമുക്ക് ബറക്കത്ത് ചെയ്യും. നമ്മുടെ റിസ്കിൽ ബറക്കത്ത് നൽകും, നമ്മുടെ ജോലികളിൽ ബറക്കത്ത് നൽകും. എന്തെല്ലാം ഉദ്ദേശങ്ങൾ മനസ്സിലുണ്ടോ അതൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ഇതിലേക്ക് സ്വതക്ക ചെയ്യുക. ഈ പള്ളിയിൽ നടക്കുന്ന ഓരോ നിസ്കാരങ്ങളും ജമാഅത്തുകളും അതുപോലെ ദിക്റിൻ്റെ മജ്‌ലിസുകൾ, ഇൽമിൻ്റെ സദസ്സുകൾ, കുട്ടികൾ ഇൽമ പഠിക്കുന്ന സ്ഥലമാണല്ലോ. അങ്ങനെ ഒരുപാട് മഹത്വങ്ങളുള്ള ഈ പള്ളിയിലേക്ക് എന്തെങ്കിലും ഒന്ന് നമ്മൾ ഈ സോളാറിലേക്ക് നൽകുമ്പോൾ വർഷങ്ങളോളം 30-40 വർഷം ഈ സോളാർ വർക്ക് ചെയ്യുമല്ലോ. അതിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന കരണ്ട് കൊണ്ടാണ് നമ്മൾ വുളു എടുക്കാൻ വെള്ളമടിക്കുന്നത്. അങ്ങനെ തുടങ്ങി നമ്മുടെ പള്ളി പ്രകാശിക്കുന്നത് അത് എല്ലാം ഈ സോളാറിൻ്റെ ലൈറ്റ് ഉപയോഗിച്ചാണല്ലോ. അല്ലാഹു തആല നമ്മുടെ ഖബറിൽ വെളിച്ചം ലഭിക്കുന്ന ഒരു നല്ല അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കഴിയുന്ന ആളുകളൊക്കെ അതിലേക്ക് നല്ല സംഭാവനകൾ അയക്കുക. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമുക്ക് കഴിയുന്നത് അല്ലാഹുവിൻ്റെ ഭവനത്തിനാണല്ലോ. നല്ലൊരു ദിവസമാണല്ലോ. ഇങ്ങനത്തെ ഒരു ദിവസം നമുക്കിനി വേറെ കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇതിലേക്ക് നിങ്ങൾ സംഭാവന അയക്കുക. ഇതിൽ കാണുന്ന QR കോഡ് ഉപയോഗിച്ച് അയക്കാൻ നോക്കുക. അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. QR കോഡ് കഴിയാത്തവരുണ്ട് എങ്കിൽ മാത്രം നമ്പർ ഉപയോഗിക്കുക. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. ആരൊക്കെ ഇതിലേക്ക് സംഭാവനകൾ ചെയ്യുന്നുണ്ടോ അല്ലാഹുവേ ജാരിയായ സ്വതക്കയായി നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ കബൂലാക്കണേ അല്ലാ. ഈ മഹത്തായ ദിവസത്തിൽ ചെയ്യുന്ന സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് അവരുടെ മുറാദുകളൊക്കെ നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ, ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ഈ വർഷം മുഴുവൻ അവരുടെ സമ്പത്തിൽ റിസ്ഖിലൊക്കെ വലിയ ബറക്കത്ത് നൽകണേ അല്ലാ. കടങ്ങൾ കൊണ്ട് ആരെയും പ്രയാസപ്പെടുത്തല്ല റഹ്മാനെ. അല്ലാഹുവേ കടക്കാർ കൊണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വീട്ടിൽ കൊടുക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. പാപങ്ങൾ നീ പുറത്തു തരണേ റഹ്മാനെ. ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു തരണേ റഹ്മാനെ. അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ഒരു സഹോദരി ക്യാൻസർ ബാധിച്ച് വലിയ പ്രയാസത്തിലാണ്. ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ നീ ശിഫ നൽകണേ അല്ലാ, നീ ശിഫ നൽകണേ റഹ്മാനെ. ഓപ്പറേഷൻ കഴിയൂല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. വേദന സഹിക്കുകയാണ്. ചെറിയ മക്കളുണ്ട്. അല്ലാഹുവേ നീ ആജിലായ ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. കണ്ണിന് കാഴ്ചശക്തി കുറഞ്ഞവർ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നീ ശിഫ നൽകണേ അല്ലാ. അല്ലാ നീ തന്നൊരു ആഫിയത്തിനെയും തിരിച്ചെടുക്കല്ല റഹ്മാനെ. മരണം ഖൈറാകുമ്പോൾ ഞങ്ങൾക്കൊക്കെ ആഖിബത്ത് നന്നായുള്ള മരണം നൽകണേ അല്ലാ. അല്ലാഹുവേ നാളെ ആശൂറാ ദിവസം നോമ്പെടുക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട് അല്ലാ, അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മഗ്ഫിറത്ത് നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയവരുടെ പേരിൽ സോളാറിലേക്ക് സംഭാവനകൾ നൽകിയവർ അല്ലാഹുവേ അവരിലേക്ക് അതിൻ്റെ സവാബിനെ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹു എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. അവരെയും ഞങ്ങളെയൊക്കെ നാളെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ശരീരത്തിൽ പലവിധ അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ, വേദനകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. നീ ശിഫ നൽകണേ അല്ലാ, നീ ശിഫ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് നീ മക്കളെ നൽകണേ അല്ലാ, മക്കളില്ലാത്തവർക്ക് നീ മക്കളെ നൽകണേ അല്ലാ. വിവാഹപ്രായമെത്തിയവരുണ്ട്, അനുയോജ്യമായ ഇണകളെ നൽകണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ റഹ്മാനെ. എത്രയോ ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. കഴിഞ്ഞ മജ്‌ലിസുകളിലൊക്കെ സംഭാവനകൾ അയച്ചവരുണ്ട്. അല്ലാഹ് എല്ലാവരിൽ നിന്നും കബൂലാക്കണേ അല്ലാഹ്. അവരുടെ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. നിന്റെ പള്ളിയെ സ്നേഹിച്ച് അങ്ങനെ നൽകിയവരാണ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളൊക്കെ മരിച്ച് നാളെ 6 അടി മണ്ണിൽ കിടക്കുമ്പോൾ കൂരിരുട്ടിൽ അല്ലാഹുവേ നിന്റെ ഭവനം ഇവിടെ പ്രകാശിക്കുമ്പോൾ ഞങ്ങൾ
നൽകിയ സോളാർ അതെത്ര ചെറിയ സംഖ്യ കൊണ്ട് നൽകിയതാണെങ്കിലും ഞങ്ങൾ നൽകിയ സംഖ്യ കൊണ്ടുകൂടി ഉണ്ടാക്കിയതാണല്ലോ അല്ലാ. അതുപയോഗിച്ച് പള്ളി ഇവിടെ പ്രകാശിക്കുമ്പോൾ ഞങ്ങളുടെ ഭവനമാകുന്ന, ഞങ്ങളുടെ വീടാകുന്ന ഖബർ നീ പ്രകാശിപ്പിക്കണേ റഹ്മാനെ, നീ പ്രകാശിപ്പിക്കണേ അല്ലാ, നീ പ്രകാശിപ്പിക്കണേ റഹ്മാനെ. നല്ല ആഖിറത്തിൽ കാണാൻ പറ്റുന്ന അമലാക്കണേ അല്ലാ, അമലാക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ ഈ മജ്ലിസിന് ഖബൂലിയത്ത് നൽകണേ അല്ലാ, സ്വീകരിക്കണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഫളിഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.